എൻ്റെ സിനിമകൾ ഒന്നാമത് വലിയ മുതൽ മുടക്കുള്ള വലിയ താരങ്ങളെ വെച്ചുള്ള സിനിമയാണ്. അപ്പോൾ അത് ഓടണം, പ്രൊഡ്യൂസറിന് പൈസ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ട്. അപ്പോൾ അത്തരം സിനിമകൾ ശ്രമിക്കുന്നു. ചിലത് വിജയിക്കുന്നു, ചിലത് വിജയിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഞാനങ്ങനെ ക്ലെയിം ചെയ്യുന്നൊന്നുമില്ല, എന്താണ് ഞാൻ എടുക്കുന്നത് ഇങ്ങനത്തെ സിനിമകളാണ് ഭയങ്കര, അങ്ങനെയുള്ള ഒരു ക്ലെയിമും എനിക്കില്ല. സോ ഐ എം വെരി ക്ലിയർ അബൌട്ട് ദ ഫിലിംസ് ഐ മേക്ക്. അത് തന്നെയാണ് ആറാട്ടിലും. ആറാട്ടിലെ ട്രെയിലർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതൊരു വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള മാസ് ഫിലിമാണ്, അല്ലെങ്കിൽ ഇറ്റ്സ് ജോയ് റൈഡ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇതാണ് എൻ്റെ സിനിമ എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണയെന്ന് തന്നെയാണ് സിനിമ ഉണ്ടാക്കുന്നതും സിനിമ പ്രസന്റ് ചെയ്യുന്നതും. ആറാട്ടിൽ ഇങ്ങനെ ഐ എം നോട്ട് എ ഗ്യാങ്സ്റ്റർ, ഐ എം നോട്ട് എ മോൺസ്റ്റർ, ഐ എം എ സിനിസ്റ്റർ, ലൂസിഫർ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഡയലോഗുകളൊക്കെ ട്രെയിലറിലേക്ക് കൊണ്ടുവരാം അല്ലെങ്കിൽ ടീസറിലേക്ക് കൊണ്ടുവരാം എന്നൊക്കെ ഉള്ള ഒരു തീരുമാനം അല്ല, അത് സിനിമയിൽ ഒരുമിച്ച് പറയുന്ന സംഗതി പലയിടത്തായിട്ട് കട്ട് ചെയ്ത് ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. ട്രെയിലറിൽ ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യുന്ന സിനിമയിൽ അത് പ്രത്യേക ഒരു കോണ്ടെക്സ്റ്റിലാണ് അത് പറയുന്നത്. എന്താ പറയാ, ആറാട്ട് എന്ന് പറയുന്ന ഒരു സിനിമ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ഇപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യം OTT-യിലേക്ക് പോകണോ അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് പോകണോ എന്നൊക്കെ ആളുകൾ തന്നെ വളരെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ഒരു സമയത്ത് ഇത്രയും വലിയൊരു ബിഗ് ബഡ്ജറ്റ് മൂവി തിയേറ്ററിലേക്ക് തന്നെ കൊണ്ടുവരാം എന്ന് തീരുമാനിക്കുന്ന ആ ഒരു ധൈര്യം എവിടെ നിന്നാണ് വരുന്നത്? അല്ല, അങ്ങനെ ഇത് OTT-യിൽ ഇറ്റ് വിൽ നെവർ വർക്ക്. ഇങ്ങനത്തെ ഒരു സിനിമ തിയേറ്ററിൽ ആളുകൾ കൂടിയിരുന്ന് കാണേണ്ട സിനിമയാണെന്നുള്ള ബോധ്യത്തിലാണ് ഈ സിനിമ ഉണ്ടാക്കുന്നതും ഈ സിനിമ ഞാൻ ഇത്ര നാൾ ഹോൾഡ് ചെയ്തതും. കാര്യം എൻ്റെ പ്രൊഡക്ഷനും എൻ്റെ കമ്പനി ആയതുകൊണ്ട് എനിക്ക് ആ സ്വാതന്ത്ര്യമുണ്ട്. കാരണം എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് ഇതിപ്പോൾ നമ്മളൊരു OTT പ്ലാറ്റ്ഫോമിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചീത്ത വാങ്ങിച്ചു കൂട്ടും എന്നല്ലാതെ വേറെ ഗുണങ്ങളുണ്ടാവില്ല എന്നുള്ള. പക്ഷെ ആളുകൾ നിറഞ്ഞ് പിന്നെ ഞങ്ങൾ ഈ സിനിമയിലേക്ക് എത്താനുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ലാൽ സാറുമായിട്ട് ഇങ്ങനെ ഒരു സിനിമയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾ ആദ്യം ഉദയകൃഷ്ണൻ ചെയ്ത ഒരു സ്ക്രീൻ പ്ലേ അല്ല നമ്മൾ ചെയ്തത്. കാരണം അദ്ദേഹം തന്നെ ഞങ്ങളോട് പറഞ്ഞത് ഇത് കോവിഡിൻ്റെ ഒരു എല്ലാവരും ഭയങ്കര ഡാർക്കായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ വി വിൽ ഡു സംതിങ് വെരി ബ്രൈറ്റ് ആൻഡ് പ്ലസന്റ്. അല്ലാതെ അങ്ങനെ ഒരു നേരം പോക്ക് സിനിമ, ഒരു സമയം കളയാൻ, ഒരു എന്റർടൈനർ, അങ്ങനെയുള്ള ഒരു സിനിമയെ കുറിച്ച് ആലോചിച്ചു. പക്ഷെ എക്സിക്യൂഷൻ വാസ് വെരി ഡിഫിക്കൽട്ട്. കാര്യം കോവിഡ് അതിന്റെ പീക്കിലായിരുന്നു. അപ്പൊ നമുക്ക് ആളുകളെ വരാനും ഒക്കെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യമാണ് വർക്ക് ചെയ്യാൻ. ചില സീനുകളിൽ 1000-ഓളം ആളുകൾ ഇതിനകത്ത് പങ്കെടുക്കും. 1000 പേരെ RT-PCR ചെയ്ത് ഒക്കെയാണ് നമ്മൾ ഈ സിനിമ ഷൂട്ട്. അപ്പോൾ ഷൂട്ട് വാസ് വെരി ഡിഫിക്കൽട്ട്. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിയപ്പോഴും വി വർ വെരി ഷുവർ എത്ര നാൾ വെയിറ്റ് ചെയ്താലും ഇത് തിയേറ്ററിലാണ് എത്തേണ്ടതെന്നുള്ളത്. അതൊരു ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ്. ഒരു കപ്പാസിറ്റി ഇല്ല, ഭയങ്കരമായിട്ട് കടവും പലിശയുണ്ട്. ഇതിലൂടെ തീരുമെന്നുള്ള പ്രതീക്ഷയാണ്, കപ്പാസിറ്റി അല്ല. ബിക്കോസ് എനിക്ക് ഒരു സിനിമയുടെ ഈ ഒരു സിനിമ ആളുകൾ നിറഞ്ഞ സദസ്സിൽ